ഇപ്പോൾ 2 ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഫിറോസിനെ അതുപോലെ തന്നെ സജിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഫിറോസിൻ്റെ ഒരു ഇൻ്റർവ്യൂ വെളി വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ച ആൾക്കാർ കയറി നോക്കിയപ്പോഴാണ് പെട്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ ആരും വിശ്വസിക്കാത്ത രീതിയിൽ വേറൊരു കണ്ടന്റിലേക്ക് പോയത്. അതുകൊണ്ട് ഈ ഷിയാസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഷിയാസിൻ്റെ ഒരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈ കാര്യങ്ങളും പറയുന്നത്. തന്നെ ഉണ്ടെങ്കിൽ ഒരുപാട് പരിപാടിക്കുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ വിളിക്കുന്നതായിരിക്കും, കുറച്ച് പൈസ അഡ്വാൻസ് ആയിട്ടൊക്കെ തരും. പക്ഷേ അവസാന നിമിഷം ആകുമ്പോഴത്തേക്ക് അവർ വിളിച്ചിട്ട് പറയുന്നതാണ് ഫിറോസ് വരണ്ടെന്നുള്ള രീതിയിലൊക്കെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. താനുണ്ടെങ്കിൽ ആൾക്കാരുടെ അടുത്ത് ചോദിക്കും എന്താണ് പ്രശ്നം, തന്നെ എന്താണ് അവസാന നിമിഷം ആകുമ്പോഴത്തേക്ക് ഇതേ കണക്കുണ്ടെങ്കിൽ മാറ്റുന്നതെന്നുള്ള രീതിയിലൊക്കെ താൻ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്താണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ കണക്കുണ്ടെങ്കിൽ ഷിയാസ് പറഞ്ഞിട്ടുണ്ട് തനിക്കുണ്ടെങ്കിൽ ഇതേ കണക്ക് വരുമ്പോൾ ഫിറോസിനെ അവിടെ കാണാൻ താല്പര്യമില്ല, ഫിറോസിന് കുറച്ച് അറ്റൻഷൻ പോകും, അത് കാരണം തനിക്കുണ്ടെങ്കിൽ അങ്ങനത്തെ ഉള്ള പരിപാടി പങ്കെടുക്കാൻ താല്പര്യമില്ല, അങ്ങനെ വരണമെങ്കിൽ ഫിറോസിനെ ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പാടില്ലെന്നുള്ള രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ ഡിമാൻഡ് വെക്കുന്നുണ്ട്, അതാണ്ടാന്നുള്ള രീതിയിലായിരുന്നു ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതറിയാൻ വേണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഫിറോസ് ഉണ്ടെങ്കിൽ ഷിയാസിനെ വിളിക്കുകയും പക്ഷേ ഷിയാസ് ഉണ്ടെങ്കിൽ എടുക്കുകയും അല്ലെങ്കിൽ കാര്യങ്ങൾ കറക്റ്റായിട്ടൊന്നും പറയുന്നില്ലായിരുന്നു, തനിക്കുണ്ടെങ്കിൽ അത് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ ആണ് ഷിയാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതല്ലാതെ ഞാനുമായിട്ട് എന്തോ പ്രശ്നമെന്നുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്നായിരുന്നു ഫിറോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.